ഇന്നുണ്ടല്ലോ കറി ഉണ്ടാക്കാനൊന്നും ഒരു മൂടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ. അടിപൊളിയാണ്, ഇത് മാത്രം മതി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇവിടെ കൊടുക്കുന്നതാണ്. ഞാൻ ചൂട് ചോറ് ചമ്മന്തി ഇട്ടൊന്ന് കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. എന്താ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, വേറെ ഒന്നും വേണ്ട, നല്ലതാണ് കേട്ടോ. പിന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ, കഴിച്ചോട്ടെ. അടിപൊളി, നന്നായിട്ടുണ്ട്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കൊരു 3-4 വറ്റൽ മുളക്, ഉരുണ്ട മുളകാണ് എൻ്റെ അടുത്തുള്ള, ഏത് മുളകായാലും കുഴപ്പമില്ല. നമുക്ക് ചൂടാക്കി ഇതിങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. കനലുണ്ടെങ്കിൽ നല്ലതാണ്. നമുക്കിവിടെ ബാംഗ്ലൂർ കനലൊന്നും കിട്ടത്തില്ല, അതുകൊണ്ട് സ്റ്റൗ തന്നെയാണ്. പിന്നെ നമ്മുടെ 3-4 ചെറിയ ഉള്ളിയും കൂടി നമുക്ക് പിന്നെ കനലിൽ മൂപ്പിച്ചെടുക്കാം കേട്ടോ. കനലിൽ നല്ല ചുട്ടെടുക്കാം, മൂപ്പിച്ചെടുക്കാന്നല്ല ചുട്ടെടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു മണം, നല്ല മണം വരാനുണ്ട്. അപ്പം നമുക്ക് കണ്ട ഇത് സർക്കസൊക്കെ കാണിക്കണം, എന്നാലും അതിൻ്റെ ഉള്ളിലൂടെ അങ്ങ് പോയി. പിന്നെ അതെടുത്ത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പം തേങ്ങയുണ്ട്, കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി നമുക്ക് ഇതിലിടാം കേട്ടോ. കുറച്ച് ഈ ഉണക്കമുളകിൻ്റെ എരിവ് മാത്രം പോരല്ലോ, ഒരു ചമ്മന്തി മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ നമുക്ക് കുറച്ച് എരിവും ഇതൊക്കെ വേണമല്ലോ. അപ്പം പിന്നെ നമുക്ക് ഒരു പീസ് പുളി വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇവിടെ ഈ പുളി ഇടുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിടാത്തത്. പിന്നെ നമ്മുടെ മുളക് പൊടിയും, പുളി ഇഷ്ടമുള്ളവർ പുളി ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്ന്. അപ്പം ഇത് ചുവന്ന മുളകും ഉള്ളിയും മാത്രം ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ തേങ്ങ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ട് അരക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറും ചെയ്യണം കേട്ടോ. ബായ്.